കൊളോണിയൽ ഭരണകാലത്ത് ബ്രിട്ടൻ ഇന്ത്യയിൽ നിന്നും ഏകദേശം 65 ട്രില്യൺ ആണ് ലൂട്ട് ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമോ? അതെ, 65 ട്രില്യൺ അതായത് 5388 ലക്ഷം കോടി രൂപ. ഓക്സ്ഫാമിന്റെ ടേക്കേഴ്സ് നോട്ട് മേക്കേഴ്സ് എന്ന റിപ്പോർട്ടിലാണ് ബ്രിട്ടൻ 1765 തൊട്ട് 1900 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്നും ലൂട്ട് ചെയ്ത വെൽത്തിന്റെ റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഈ വെൽത്തിന്റെ പകുതിയിൽ കൂടുതൽ ബ്രിട്ടനിലെ റിച്ചസ്റ്റ് 10% കയ്യിലും ബാക്കി മിഡിൽ ക്ലാസിന്റെ കയ്യിലേക്കുമാണ് പോയത്. 65 ട്രില്യൺ എന്ന് പറയുന്നത് ലണ്ടനിനെ 50 യൂറോ നോട്ട് കൊണ്ട് 4 തവണ പൊതിയാൻ പറ്റുന്ന അത്രയും വെൽത്തായിരുന്നു എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് ട്രേഡ് പോളിസികൾ മാറ്റുന്നതിലൂടെയും ഇന്ത്യയുടെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീനെ തകർക്കുന്നതിലൂടെയും ഇന്ത്യയിൽ നിന്നുമുള്ള ഗ്ലോബൽ ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് ഏകദേശം 25% നിന്നും 2% കുറഞ്ഞത് ഇതിനൊരു പ്രധാന കാരണമാണ്. അതിൻ്റെ കൂടെ തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥലങ്ങൾ പിടിച്ചെടുക്കുകയും പട്ടാളക്കാരെ വെച്ച് ആൾക്കാരെ ഭീതിയിൽ നിർത്തി റെസിസ്റ്റൻസ് ഉണ്ടാവാതെ നോക്കുകയും ചെയ്തതോടെ ബ്രിട്ടൻ ഇന്ത്യയിൽ നിന്നും വർഷങ്ങളോളം വെൽത്തൂറ്റിക്കൊണ്ടിരുന്നു. കട്ടുകൊണ്ടുപോയ പൈസ മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് ഇന്ന് കാണാൻ പറ്റുന്ന പല തരത്തിലുള്ള ഇനിക്വാളിറ്റീസും കൊളോണിയൽ റൂൾ മൂലമാണെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഓക്സ്ഫാമിന്റെ ടേക്കേഴ്സ് നോട്ട് മേക്കേഴ്സ് എന്ന റിപ്പോർട്ട് കൂടുതൽ വായിച്ചറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് ഡിസ്ക്രിപ്ഷനിൽ അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും. കൊളോണിയലിസത്തെക്കുറിച്ചും അത് ഇന്നത്തെ ഇന്ത്യയെ സൃഷ്ടിക്കുന്നതിൽ വഹിച്ച പങ്കിനെക്കുറിച്ചും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്?